ഹായ്, എൻ്റെ പേര് പൂജ. ഞാൻ ഒരു 1.5 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ അമ്മയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങൾ അസ്വസ്ഥരാണ്. വേറൊന്നും കൊണ്ടല്ല, നാട്ടുകാരെ കാരണം, വീട്ടുകാരെ കാരണം ഒക്കെ തന്നെ. എൻ്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നതാണ്, അയ്യോ ഈ കൊച്ചുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്, ഇതിനൊന്നും കൊടുക്കൂലേ, പാല് കുടിക്കുന്നുണ്ടാ? പാല് കുടിക്കുന്നുണ്ട്. അയ്യോ കൊച്ചു പാലില്ലേ? ഞാൻ പറയും പാലുണ്ട്. ഇനി ഞാനതെങ്ങനെ കാണിച്ചു കൊടുക്കും പാലുണ്ട്? എനിക്കതൊന്നും പറയാൻ താല്പര്യമില്ല. അത് കഴിഞ്ഞിട്ട് എന്താണ് പിന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, കൊച്ച് ഫുഡ് ആവശ്യത്തിന് കഴിക്കുന്നില്ലായിരിക്കും, അതാണ് കൊച്ച് മെലിഞ്ഞിരിക്കുന്നത്. കാലിരിക്കുന്ന നോക്ക്, കൈയിരിക്കുന്ന നോക്ക്, തല മാത്രമുണ്ട്, കണ്ണ് മാത്രമുണ്ട്. ഞാനൊരു കാര്യം പറയട്ടാ, ഇപ്പം എല്ലാവരും മെലിഞ്ഞിരിക്കാനാണ് നോക്കുന്നത്. ഇപ്പം നിങ്ങളൊരു സിനിമ ഫീൽഡ് എന്തെങ്കിലും എടുത്ത് നോക്കുമോ, അതിലാരെങ്കിലും ഇപ്പം കൊച്ചു സിനിമ ഫീൽഡിലേക്ക് ഇറങ്ങുമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്പോർട്സിൻ്റെ ഒരു ഇതിലായിട്ട് ഏതിലായാലും അവർ ശരീരം ഫിറ്റാക്കി വെക്കാനാണ് നോക്കുന്നത്. അല്ലാതെ തടിച്ചിങ്ങനെ ഇരിക്കാനല്ല നോക്കുന്നത്. ഓരോ കുട്ടിക്കും ഓരോ ശരീരപ്രകൃതം ഉണ്ട്. അപ്പം അതനുസരിച്ച് അവ ഇരിക്കും. അവ എൻ്റെ ശരീരപ്രകൃതം ആയിരിക്കും. അവനെ പോരാഞ്ഞിട്ട് അടുത്തത് എൻ്റെ നേരെ, അയ്യോ പ്രസവിച്ചിട്ടും തടിച്ചില്ലല്ലോ, അവിടെ ഇരിക്കുന്ന ഒരു കൊച്ചിനെ കണ്ട, ഇവിടെ ഇരിക്കുന്ന കൊച്ചിനെ കണ്ട, അവരൊക്കെ കണ്ട നിങ്ങൾ, ആ കൊച്ചിനൊക്കെ എന്തൊരു തടി, അതിൻ്റെ അമ്മേനെയൊക്കെ കാണണം. ഞാനെന്ത് ചെയ്യും? ഞാനും എൻ്റെ മോനും ഇങ്ങനെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾ ദൈവമായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ ഞങ്ങളെ വെറുതെ വിടണം. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വെളിയിൽ ഇറങ്ങി നടക്കണം. അവനെ ഞാൻ മത്തങ്ങ പോലെ ആക്കിയിട്ട് എനിക്കെന്ത് കിട്ടാനാണ്? അവനെന്ത് കിട്ടാനാണ്? ഞങ്ങൾക്ക് അവ അങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. ഞാനിങ്ങനെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ അത്യാവശ്യം ഞാൻ കുറച്ചും കൂടെ മെലിഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പാല് കൊടുക്കുന്ന ഒരു അമ്മയാണ്. അപ്പം അതിൻ്റെതായ ക്ഷീണങ്ങളും കുറച്ച് എനിക്കുണ്ടായിരിക്കും. ഇതൊന്നും മനസ്സിലാക്കാതെ കൊച്ചിന് വണ്ണം വെപ്പിക്കാനായിട്ടുള്ള ഒരു മിഷനും കൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരരുതേ പ്ലീസ്. ഇന്നത്തെ കാലത്ത് അമ്മമാർക്ക് ഒരു സ്വസ്ഥതയില്ല. ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ റിയാക്ട് ചെയ്തെങ്കിലും നമ്മളെ വിഷമം നമ്മൾ തീർത്തോളാം. ഇങ്ങനെ നമ്മൾ പറയുന്നത് ഈ പറയുന്ന ആൾക്കാർക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടാകും. ഇല്ലെങ്കിൽ ആരെങ്കിലും ഇത് കാണിച്ചു കൊടുക്കണേ.